നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി കണക്ഷൻ ട്രെയിൻ അനുവദിച്ചു. നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസിൽ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ നേരിടുന്ന യാത്രാ ദുരിതം PV അബ്ദുൽ വഹാബ് MP രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്ക് വിമുക്തഭട വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഫെബ്രുവരി 10 ശനിയാഴ്ച നിലമ്പൂരിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണം ഉടമസ്ഥനു നൽകിയ വയോധികൻ മാതൃകയായി. മേലെ കുറ്റമ്പാറ തച്ചങ്ങോടൻ അലവിയാണ് റോഡരികിൽ നിന്നും കളഞ്ഞു കിട്ടിയ 10 ലക്ഷം രൂപ ഉടമസ്ഥന് നൽകി മാതൃകയായത്. കവളപ്പൊയ്ക ഇല്ലിക്കാട് കടവിൽ ലക്ഷ്യം ഇല്ലിക്കാട് പാലം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ഗതാഗത യോഗ്യമായ തടയണ പാലം നിർമ്മിച്ചു. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ സമന്വയ പദ്ധതി നടത്തിപ്പിനായി ആലോചനാ യോഗം ചേർന്നു. പട്ടികവർഗ കോളനികളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മുഴുവൻ പേരുടെയും പേരുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് സമന്വയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി കണക്ഷൻ ട്രെയിൻ അനുവദിച്ചു. നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസിൽ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ നേരിടുന്ന യാത്രാ ദുരിതം PV അബ്ദുൽ വഹാബ് MP രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ ദുരിതത്തിന് പരിഹാരമായി കണക്ഷൻ ട്രെയിൻ അനുവദിച്ചു. നിലമ്പൂർ കൊച്ചുവേളി രാജറാണി എക്സ്പ്രസിൽ ക്യാൻസർ രോഗികൾ ഉൾപ്പെടെ നേരിടുന്ന യാത്രാ ദുരിതം PV അബ്ദുൽ വഹാബ് MP രാജ്യസഭയിൽ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊച്ചുവേളി, but it's very difficult for the cancer patients, those who are going for all 90% cancer patients to Trivandrum RCC. But the train stops at Kochuveli, and again from there to Trivandrum, these auto rickshaw drivers, taxis, they were filling the people, all the 300 rupees, 400 rupees for the 5 kilometer. So I request through you to not extend, to make this Nilambur Rajarani Express to Trivandrum Central. That is the most important. നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കാർക്ക് ഇനി കൊച്ചുവേളിയിൽ ദുരിതം അനുഭവിക്കേണ്ട. നിലമ്പൂരിൽ നിന്നും പുറപ്പെടുന്ന രാജറാണി എക്സ്പ്രസ് കൊച്ചുവേളിയിൽ എത്തുമ്പോൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക് കണക്ഷൻ വണ്ടി എന്നോണം മറ്റൊരു പാസഞ്ചർ ട്രെയിൻ കൂടി റെയിൽവേ അനുവദിച്ചു. 06428/06433 നാഗർകോവിൽ തിരുവനന്തപുരം നാഗർകോവിൽ അൺറിസർവ്ഡ് എക്സ്പ്രസ് വണ്ടികൾ മാർച്ച് 1 മുതൽ കൊച്ചുവേളി വരെ നീട്ടി റെയിൽവേ ഉത്തരവായി. പുലർച്ചെ കൊച്ചുവേളിയിലെത്തുന്ന ക്യാൻസർ രോഗികൾ ഉൾപ്പെടെയുള്ളവർ വലിയ തുക നൽകിയാണ് ടാക്സി വിളിച്ച് തിരുവനന്തപുരത്തേക്ക് പോയിരുന്നത്. ഈ ദുരിതത്തിന് ഇതോടെ അറുതി വരും. തിരിച്ചുള്ള രാത്രി യാത്രയിലും ഇതേ സംവിധാനം ഏർപ്പെടുത്തും. ഏറെക്കാലത്തെ ആവശ്യമാണ് നിറവേറ്റപ്പെട്ടതെന്നും ഇത് നിലമ്പൂരിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമാണെന്നും PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്ക് വിമുക്തഭട വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഫെബ്രുവരി 10 ശനിയാഴ്ച നിലമ്പൂരിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് നിലമ്പൂർ ബ്ലോക്ക് വിമുക്ത ഭട വാർഷിക സമ്മേളനവും കുടുംബസംഗമവും ഫെബ്രുവരി 10 ശനിയാഴ്ച നിലമ്പൂരിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 10 തീയതി, അതായത് ഫെബ്രുവരി 10 ശനിയാഴ്ച കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും വാർഷിക ഉപയോഗവും നടക്കുകയാണ്. നിലമ്പൂരിൻ്റെ കീഴിലുള്ള ഏതാണ്ട് 10ഓളം സബ് യൂണിറ്റുകളുണ്ട്. ഏതാണ്ടൊക്കെ അതിൻ്റെ കുടുംബസംഗമം നടന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ കുടുംബസംഗമം നടക്കുന്നത്. സംഘടനയുടെ പ്രസിഡന്റ് കേണൽ PM ഹമീദ് ഉദ്ഘാടനം ചെയ്യുന്ന ഈ ചടങ്ങിൽ വെച്ച് വിവിധ സെമിനാറുകളും വ്യത്യസ്ത മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. നിലമ്പൂർ വിമുക്ത ഭട സൈനിക് ഭവനിൽ വെച്ച് നടക്കുന്ന പരിപാടി ജില്ലാ പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ PM ഹമീദ് SM ഉദ്ഘാടനം ചെയ്യും.
സമ്മേളനത്തോടനുബന്ധിച്ച് 1965 ഇന്തോ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരെയും 85 വയസ്സ് കഴിഞ്ഞ വിമുക്ത ഭടന്മാരെയും വിമുക്ത ഭട കുടുംബാംഗങ്ങളിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ഉദ്യോഗസ്ഥരെയും ആദരിക്കും. വിവിധ വിഷയങ്ങളെക്കുറിച്ച് സെമിനാറുകളും നടക്കും. സംഗമത്തിൽ 400ഓളം വിമുക്ത ഭടന്മാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 65 വാറിലെ യുദ്ധത്തിൽ പങ്കെടുത്തവരെ ആദരിക്കുന്നുണ്ട്. അതുകൂടാതെ 80 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുന്നു. അതുപോലെ വിവിധ മേഖലകളിൽ നൈപുണ്യം നേടിയ സ്റ്റുഡൻസ്, അവർ ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്, അങ്ങനെ പല മേഖലകളിൽ നിന്നും എക്സർവീസ്മാരുടെ മക്കൾ നല്ല വിജയം കരസ്ഥമാക്കിയത് ആദരിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലം നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്ത് യൂണിറ്റിനുള്ള പുരസ്കാരം പൂക്കോട്ടുംപാടം യൂണിറ്റിന് ചടങ്ങിൽ വെച്ച് നൽകും. വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് സെക്രട്ടറി പി ജി സാബു, വൈസ് പ്രസിഡന്റ് എൻ എ ഉണ്ണികൃഷ്ണൻ, ട്രഷറർ പി സി സഖറിയാസ്, പി പി ഫിറോസ് ഖാൻ എന്നിവർ സംബന്ധിച്ചു. റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയ പണം ഉടമസ്ഥനു നൽകി വയോധികൻ മാതൃകയായി. മേലെ കൂറ്റമ്പാറ തച്ചങ്ങോടൻ അലവിയാണ് റോഡരികിൽ നിന്നും കളഞ്ഞു കിട്ടിയ 10 ലക്ഷം രൂപ ഉടമസ്ഥന് നൽകി മാതൃകയായത്. തിങ്കളാഴ്ച രാത്രി 7:30യോടെയാണ് കൂറ്റമ്പാറ ചെള്ളിപ്പൊയിൽ പരുത്തിക്കുന്നൻ ഗഫൂറിന്റെ കൈവശമുള്ള പണം നഷ്ടപ്പെട്ടത്. രാമകുത്തിൽ നിന്നും തോട്ടേക്കാട് ബൈക്കിൽ വരുമ്പോഴായിരുന്നു പണം നഷ്ടപ്പെട്ടത്. എന്നാൽ വഴിയിൽ നിന്നും സഞ്ചിയിൽ പണം കണ്ട അലവി തൊട്ടടുത്ത AP അബ്ദുൽ ലത്തീഫ് മാസ്റ്ററെ അറിയിക്കുകയും മാസ്റ്റർ പൂക്കോട്ടുംപാടം പോലീസിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. പണം നഷ്ടപ്പെട്ട വിവരം ഗഫൂറും പോലീസിൽ പരാതിപ്പെട്ടതിനാൽ ഉടമസ്ഥനെ കണ്ടെത്തുവാൻ താമസമുണ്ടായില്ല. ഇരുകൂട്ടരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് സാന്നിധ്യത്തിൽ പണം കൈമാറി. ഭൂമി വാങ്ങുന്ന ആവശ്യത്തിലേക്ക് കൊണ്ടുവരികയായിരുന്ന പണമാണ് നഷ്ടപ്പെട്ടതെന്ന് ഉടമസ്ഥൻ പോലീസിനോട് പറഞ്ഞു. കവളപ്പൊയ്ക ഇല്ലിക്കാട് കടവിൽ ലക്ഷ്യം ഇല്ലിക്കാട് പാലം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ ഗതാഗത യോഗ്യമായ തടയണപ്പാലം നിർമ്മിച്ചു. പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായ പാലത്തിന് ഈ പ്രാവശ്യത്തെ ബജറ്റിലും യാതൊന്നും വകയിരുത്തിയിട്ടില്ലെന്നത് ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധം നിലനിൽക്കുമ്പോഴാണ് ഈ താൽക്കാലിക പാലം നിർമ്മാണം നടത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അജി തോമസ്, ജെയിംസ് മലയിൽ, അബ്ദുൽ ഗഫൂർ കുന്നത്ത്, അബ്ദുൽ റഷീദ് കണൻതൊടിക, ബാബു പുതുപ്പറമ്പിൽ, രാജേഷ് കുമാർ MK, മനോഹരൻ തലച്ചിറ എന്നിവർ നേതൃത്വം നൽകി. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ സമന്വയ പദ്ധതി നടത്തിപ്പിനായി ആലോചന യോഗം ചേർന്നു. പട്ടികവർഗ കോളനികളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മുഴുവൻ പേരുടെയും പേരുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് സമന്വയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ സമന്വയ പദ്ധതി നടത്തിപ്പിനായി ഇന്ന് 10:30 ആലോചനാ യോഗം ചേർന്നു. പട്ടികവർഗ കോളനികളിൽ നിന്നും വിദ്യാഭ്യാസം നേടിയിട്ടുള്ള മുഴുവൻ പേരുടെയും പേരുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസരം ഒരുക്കുകയാണ് സമന്വയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് കേരളവും നിലമ്പൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസും സഹകരിച്ചാണ് നിലമ്പൂർ മേഖലയിലെ വിദ്യാഭ്യാസം നേടിയ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരുടെയും പേരുകൾ നിലമ്പൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുക. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. കരുളായി, വഴിക്കടവ്, പോത്തുകൽ, ചാലിയാർ പഞ്ചായത്തുകളിലാണ് സമന്വയ പദ്ധതി നടപ്പിലാക്കുക. ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ആലോചന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ്, നിലമ്പൂർ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസർ BR ശ്യാംകുമാർ, ചാലിയാർ CDS പ്രസിഡന്റ് ബീന ആന്റണി, ചാലിയാർ കുടുംബാരോഗ്യ കേന്ദ്രം JPHN ഷീജ, കല്യാണി ടീച്ചർ എന്നിവർ പങ്കെടുത്തു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നികത്തുന്ന കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടപ്പാക്കുന്ന തൊഴിൽ വായ്പകളെക്കുറിച്ചും ഇന്ന് പലർക്കും അറിവില്ല. അതിനാൽ തന്നെ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ജോലിയില്ലാതെ കോളനികളിൽ നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട്. പലരും പേരുകൾ പോലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുമില്ല. അതിനാൽ തന്നെ സമന്വയ പദ്ധതിയിലൂടെ അവരുടെ വീട്ടുപടിക്കലെത്തി ബോധവൽക്കരണം നടത്തി അവരുടെ പേരുകൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യും. ഇതോടെ അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലികൾ ലഭിക്കുവാനും അവസരം ലഭിക്കും. ഉംറ തീർത്ഥാടനത്തിന് പോയ വഴിക്കടവ് സ്വദേശി മദീനയിൽ മരിച്ചു. ആനമറി പുളിക്കലകത്ത് പരേതനായ അബുവിന്റെ ഭാര്യ റുക്കിയയാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മരണവിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്. ജനുവരി 27-നാണ് ബന്ധുക്കൾക്കൊപ്പം തീർത്ഥാടനത്തിനായി പോയത്. ഉംറ ചെയ്ത് റൂമിൽ മടങ്ങിയെത്തിയവർ കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു. മൃതദേഹം മദീനയിൽ ഖബറടക്കം നടത്തുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. മക്കൾ റഫീന, റംസീന, റജിന, മരുമക്കൾ മുജീബ്, ഷാഫി, റഫീഖ്. ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ പ്രകടനം സംഘടിപ്പിച്ചു. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അനീതിക്കെതിരെ മുഖ്യമന്ത്രിയും
മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് FSETO നിലമ്പൂരിലും പ്രകടനം നടത്തിയത്. മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ നടന്ന സമരത്തിൽ FSETO താലൂക്ക് സെക്രട്ടറി വേദവ്യാസൻ, K. അനീഷ് എന്നിവർ സംസാരിച്ചു. വിശുദ്ധ ഖുറാനിന്റെ അധ്യാപനങ്ങൾ ശരിയാം വണ്ണം ഉൾക്കൊണ്ട് ഖുറാനിന്റെ ജീവിത മാതൃകകളായാൽ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിക്കാമെന്ന് കേരള ഹജ്ജ് കമ്മിറ്റി അംഗവും KNM മർക്കസു ദവ സംസ്ഥാന സെക്രട്ടറിയുമായ ഡോക്ടർ IP അബ്ദുൽ സലാം കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി നടക്കുന്ന ഖുറാൻ പഠനവേദിയുടെ 4ാം ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഖുറാനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജീവിത വ്യവഹാരങ്ങളെ ചിട്ടപ്പെടുത്തിയാൽ ആത്മവിശ്വാസവും പ്രത്യാശയും കൈവരിക്കാനാകും. വിശ്വാസ വിശുദ്ധിയിലൂടെ നിർഭയമായ ജീവിത സാഹചര്യം സൃഷ്ടിച്ചെടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. വിശുദ്ധ ഖുറാനിലെ 9, 10, 11 വിഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. KNM സംസ്ഥാന പ്രവർത്തക സമിതി അംഗം AT ഹസൻ മദനി അധ്യക്ഷത വഹിച്ചു. മിസ്ഹബ് ഫാറൂഖി, യഹിയ മുബാരക്, മുസ്തഫ മൗലവി അക്കമ്പാടം, ആബിദ് മദനി, അബ്ദുൽ ഗഫൂർ തിരുത്തിയാട്, O. അഹമ്മദ് സഗീർ മൗലവി എന്നിവർ വിഷയാവതരണം നടത്തി. 5ാം ദിനമായ ഇന്ന് സലീം ബുസ്താനി, നവാസ് അൻസാരി, അബ്ബാസ് സുലമി, പുനൂർ, മുസക്കുട്ടി മദനി, അബ്ദുൽ കലാം ഒറ്റത്താണി, അഷ്റഫ് നിറമരുദൂർ എന്നിവർ സംസാരിച്ചു. നാനാതത്വമാണ് ഇന്ത്യയുടെ അടിത്തറയെന്ന് ദളിത് ആക്ടിവിസ്റ്റായ സണ്ണി M. കാപ്പിക്കാട്. MES മമ്പാട് കോളേജിലെ ചരിത്ര വിഭാഗം നടത്തിവരാറുള്ള കാടകം അന്താരാഷ്ട്ര ട്രൈബൽ സെമിനാറിന്റെ 3ാമത് എഡിഷനിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദിവാസി ജീവിതത്തിന്റെ തനിമയും മഹിമയും പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അട്ടപ്പാടി പോലുള്ള ഗോത്രമേഖലയെ നശിപ്പിച്ചത് പൊതുസമൂഹം ആണെന്നും ഇന്ത്യയെ പോലുള്ള ഒരു വലിയ രാജ്യത്ത് ഏകത്വത്തെക്കാൾ ബഹുസ്വരതയാണെന്നും എല്ലാ ജനവിഭാഗങ്ങളും ഒരേ കാലബോധത്തോടെയല്ല ജീവിക്കുന്നത് എന്നും ഗോത്ര ജീവിതത്തിലെ വൈവിധ്യം സ്വീകരിക്കപ്പെടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ഉടനീളമുള്ള ഊരുകൂട്ടങ്ങളുടെ സാന്നിധ്യം കൊണ്ടും അന്താരാഷ്ട്ര പണ്ഡിതരുടെ അവതരണം കൊണ്ടും ശ്രദ്ധേയമാണ് കാടകം. മാനേജ്മെന്റ് സെക്രട്ടറി പ്രൊഫസർ OP അബ്ദുറഹ്മാൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ PP മൻസൂർ അലി അധ്യക്ഷത വഹിച്ചു. ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ OP സലാഹുദ്ദീൻ സ്വാഗതവും U. അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു. വിദ്യാർത്ഥിയുടെ കൈവിരലിൽ കുടുങ്ങിയ സ്റ്റീൽ മോതിരം ERF അംഗങ്ങൾ മുറിച്ചു മാറ്റി. ചോക്കാട് UP സ്കൂളിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫഹീം എന്ന കുട്ടിയുടെ വിരലിലാണ് ഇന്ന് 11:30 ചൈനീസ് സ്റ്റീൽ മോതിരം കുടുങ്ങിയത്. വിരൽ നീര് വന്ന വീർത്തതിനെ തുടർന്ന് വീട്ടുകാർ കുട്ടിയെ പൂക്കോട്ടുംപാടം ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും മോതിരം ഊരിമാറ്റാൻ കഴിഞ്ഞില്ല. തുടർന്ന് എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയും കുട്ടിയെ ERFന്റെ നിലമ്പൂർ ഓഫീസിൽ കൊണ്ടുവന്ന് മോതിരം ഊരിമാറ്റുകയും ചെയ്തു. ERF അംഗം അബ്ദുൽ മജീദ് നേതൃത്വം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.